ഹായ് വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുവാണ്. ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് 2021 ജാനുവരി 3 കേട്ടോ ഹൗസ് വാമിങ് നടന്നത്. അതിനുശേഷം ഇതുവരെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടില്ല. ഡീപ്പ് ക്ലീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പുറത്തുനിന്ന് ആളെ വിളിച്ച് ഞാൻ കഴിഞ്ഞ ഓണത്തിന് ചിങ്ങമാസത്തിന് മുന്നേ സ്വയം ഒരു ക്ലീനിങ് ചെയ്തു സെൽഫായിട്ട്. അതിങ്ങനെ ഫാനും അങ്ങനെ അല്ലാതെ ഇടയ്ക്ക് ഫാനൊക്കെ ഒന്ന് തുടയ്ക്കാറുണ്ട്. ഞാൻ തന്നെത്താൻ ആരെയും വിളിപ്പിച്ചിട്ടല്ല, എൻ്റെ ക്ലീനിങ് നടക്കാറുണ്ട്. അല്ലാതെ ഇങ്ങനെ പുറത്തു നിന്നൊക്കെ ആളെ വിളിച്ചിട്ട് കുറേ നാളായി എന്ന് ചെയ്യിക്കണം എന്ന് വിചാരിക്കുന്നു. ഞാൻ യൂഷ്വലി ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ തുടയ്ക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് എൻ്റെ അങ്ങോട്ട് ക്ലീനിങ് ഒന്നും നടക്കുന്നില്ലല്ലോ. ഞാനിങ്ങനെ കിടപ്പും അസുഖങ്ങളും ഒക്കെ ആയി പോയത് കാരണം എനിക്കൊന്നും തുടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലായിടത്തും പൊടി അഴുക്ക്. അപ്പം ഇനി ഞാനിതൊക്കെ തുടച്ച് വൃത്തിയാക്കുന്ന കാര്യം ആലോചിച്ചപ്പോഴേ എനിക്ക് ബോധക്ഷയം വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു ക്ലീനിങ് ഏജൻസിയെ വിളിച്ച് ഒരു ഇനിഷ്യൽ ക്ലീനിങ് ഒന്ന് നടത്തി, ഒരു ഡീപ്പ് ക്ലീനിങ് നടത്തി ശരിയാക്കിയെടുക്കാം. അല്ലാതെ എനിക്ക് ഇപ്പം അതിനുള്ള ഒരു എനർജി സ്റ്റാമിനയൊന്നും തൽക്കാലമില്ല ഇതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ. കാരണം കുറച്ചധികം നാളായിട്ട് ഞാൻ അല്ലാതെ ഇവിടെ ഡെയിലി ക്ലീനിങ്ങിന് ഒരു ആൾ വരുന്നുണ്ട്. ഡെയിലി അല്ല, ഒരാഴ്ചയിൽ 4 ദിവസം. അത് നോർമൽ തൂപ്പ് തുടപ്പുള്ളൂ. അല്ലാതെ ഞാൻ തന്നെത്താനെ എല്ലാം ഈ വാർഡ്രോബ്സിൻ്റെ വെളിവശവും ഒക്കെ എല്ലായിടവും കിച്ചണും ഒക്കെ ഞാൻ സ്വയം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ ക്ലീനിങ് ഇല്ലാത്തതുകൊണ്ട് എല്ലായിടും ഒന്ന് വൃത്തിയോടെ കിടക്കുകയാണ്. അപ്പോൾ എനിക്കത് കണ്ടിട്ട് ഒരു രസമില്ല. പിന്നെ അപ്പം ഇതേപോലത്തെ ഫാനിൻ്റെ മുകൾവശം അങ്ങനെ എല്ലാം നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്തപ്പോഴത്തേക്കും എന്തോരം അഴുക്കാണ്. ഇതേപോലെ ഗ്ലാസിൻ്റെ വെളിയിൽ നിന്നൊക്കെ ചെയ്യാനായിട്ട് ഇതേപോലെ ആൾ വന്നാലേ ശരിയാവുള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ അകത്തുനിന്ന് ചെയ്യാൻ പറ്റും, വെളിയിൽ നിന്ന് സൺഷെയ്ഡിൽ ഇറങ്ങി ചെയ്യാനൊക്കെ ഇതേപോലെ ആൾ വന്ന് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ആ ക്ലീനിങ് ആണ് വല്ലാത്തൊരു ഇതായിപ്പോയി. ഭയങ്കര പൊടി ഇത്രയും വരുമെന്ന് ഞാൻ വിചാരിച്ചല്ലോ കേട്ടോ. അവർക്കിടയ്ക്ക് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചൊരു 4 പേരെ ഉണ്ടായിരുന്നത്. അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കുഴപ്പം എനിക്ക് തോന്നിയത് അവരുടെ കൂടെ അങ്ങനെ സൂപ്പർവൈസ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം മുരളിയേട്ടൻ കുറേ നടന്നിങ്ങനെ ചെയ്യിപ്പിക്കേണ്ടി വന്നു. കാരണം ഒരു സൂപ്പർവൈസർ വന്നു, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി. അപ്പം ആ ഒരു പ്രശ്നം ഇതായിട്ട് തോന്നി. കാരണം നമ്മൾക്ക് കുറേ നടന്നെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അവിടെ ചെയ്യണം, എവിടെ ചെയ്യണം, എല്ലായിടവും ആദ്യം ഒന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ വീണ്ടും ഓരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് വീണ്ടും ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം പോലെ തോന്നി. ഇപ്പം നന്ദുവിൻ്റെ ഡ്രസ്സിങ് ഏരിയ ഞങ്ങളുടെ മൂന്നാമത്തെ ബെഡ്റൂമായിട്ടല്ല, പൂജ റൂം, സ്റ്റഡി റൂം, ആ റൂമിലോട്ട് എത്തിയപ്പോൾ തന്നെ വൈകുന്നേരമായി. അവർ 5 മണിക്ക് കഴിയുമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ആ 3ാമത്തെ റൂമിൽ എത്തിയപ്പോഴേ വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കട്ടിലിൻ്റെ പുറയിലുള്ള പൊടികളാണ് കേട്ടോ. ഈ സമയത്ത് വീട് കണ്ടിട്ടേ ഒരു ഗോഡൗൺ പോലെ എനിക്ക് തോന്നി. ഇത് കണ്ടിട്ട് ഇതൊക്കെ എങ്ങനെ നേരെയാക്കി എടുക്കും എന്നുള്ളൊരു വെച്ചാൽ, കാരണം അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഇവിടെ ഇരിക്കേണ്ട ബെഡ്റൂമിലെ പകുതി സാധനങ്ങൾ പുറത്ത്, അവിടുത്തെ പകുതി സാധനങ്ങൾ ഇവിടെ, അങ്ങനെയായിരുന്നു. എല്ലാം മാറി മറിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ അകത്ത് തുണിയുടെ കബോർഡ്സൊന്നും ചെയ്യിച്ചില്ല, അല്ലാതെ ബാക്കി ഉള്ള കബോർഡ്സുകളൊക്കെ ചെയ്യിച്ചു കേട്ടോ. കിച്ചൺ ക്യാബിനറ്റ്സിനകം, ഡ്രസ്സിങ് ഏരിയയുടെ ഈ നമ്മുടെ ഡ്രസ്സിങ് ടേബിളിനകം അതൊക്കെ ചെയ്യിച്ചു. പക്ഷേ പ്രശ്നം പറ്റിയത് അതിനകത്തെ സാധനങ്ങളൊക്കെ വേറെ മാറി മറിഞ്ഞാൽ തിരിച്ചു വെച്ചേക്കുന്നത്. അതൊക്കെ നേരെയാക്കുന്നത് എനിക്ക് ആലോചിക്കാനേ വയ്യ. അതൊക്കെ ഇനി ഞാൻ ഇതുവരെ ശരിയാക്കിയിട്ടില്ല. കാരണം എനിക്ക് വീണ്ടും വയ്യാതായിപ്പോയി. അതൊന്ന് ശരിയാക്കി എടുക്കണം ഇനി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി 10:30 കഴിഞ്ഞു. ഈ ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയും നീണ്ടു പോകുന്ന ഞാൻ വിചാരിച്ചില്ല. ഇത് ഞങ്ങളുടെ കിച്ചണിൽ നിന്ന് വെളിയിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. വെളിയിലോട്ട് കാണുന്ന ഒരു കുഞ്ഞ് ലാൻഡിങ് ആണ് കേട്ടോ. നമ്മുടെ പ്രാവും ടിൻറ്റും ഒക്കെ ഒന്ന് ഫുഡ് കഴിക്കത്തില്ല, ആ ഭാഗമാണ്. അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിക്കുവാണ് കേട്ടോ. കിച്ചണിലെ ആ ചേട്ടൻ്റെ ഇരിപ്പ് കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. പിന്നെ ഇതേപോലെ ക്രോക്കറി യൂണിൻ്റെ മുകൾവശം അങ്ങനെ എല്ലായിടും നല്ല നീറ്റായിട്ട് ക്ലീൻ ആക്കി കേട്ടോ. അങ്ങനെ വൈകുന്നേരമായി, ചായ എടുക്കുന്ന ടൈമായി. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചായയും ജ്യൂസൊക്കെ കൊടുത്തു. ഇവരെപ്പോൾ തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ചായയല്ല കാപ്പി എടുത്തത്. എനിക്ക് അപ്പോഴത്തേക്കും തലവേദനയൊക്കെ എടുത്തു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എഡിറ്റിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ മാറുന്നതനുസരിച്ച് ഞാൻ ഓരോ റൂമിലും പോയി എഡിറ്റിങ് ചെയ്യും. പിന്നെ മുരളിയേട്ടൻ അവരുടെ പുറകെ നടന്ന് സൂപ്പർവിഷനും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ സത്യമായിട്ടൊരു 5 മണി, കാരണം ഞങ്ങളുടെ ഫ്ലാറ്റ് അത്രയും ഇവർ ഒരു 5 മണിന്ന് പറഞ്ഞിരുന്നത് കാരണം സൂപ്പർവൈസർ വന്ന് 2 ദിവസം വന്ന് നോക്കിയായിരുന്നു. അങ്ങനെ 5 മണിയൊക്കെ ആകുമ്പോൾ തീരുമെന്ന് വിചാരിച്ച് നോക്കിയാൽ 3ാമത്തെ റൂമിലെത്തിയപ്പോഴേ 5 മണി. പിന്നെ ഓരോ റൂം കഴിയുന്നതനുസരിച്ച് ഞാൻ ആ ഡ്രസ്സിങ് ഏരിയ ഒന്ന് അടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനകമൊക്കെ അവർ ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ട് ഇനി അടുക്കേണ്ട പരിപാടിയല്ലേ ഉള്ളൂ. ഞാനിപ്പം അടുക്കി ഇങ്ങനെ വെച്ച് കുറച്ച് കൺജസ്റ്റഡ് ആണ്. കാരണം എൻ്റെ സാധനങ്ങളെല്ലാം കൂടെ വെക്കാൻ എൻ്റെ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് ഒരു വിധം ഒന്ന് അടുക്കി വെച്ചു.
ഇനിയും നന്ദുവിൻ്റെ ഡ്രസ്സിങ് ഏരിയ ക്ലീനിങ് വെച്ചാൽ ക്ലീനിങ് എന്നല്ല ഒന്ന് അടുക്കൽ പരിപാടി. ഇത് നന്ദുവിൻ്റെ നെയിൽ പോളിഷ് കളക്ഷനാണ് കേട്ടോ. ഒത്തിരി കളക്ഷൻ. നന്ദു നെയിൽ പോളിഷ് ഭയങ്കര ക്രേസാണ്. ഇത് ലാസ്റ്റ് മേടിച്ചതാണ് കേട്ടോ. ഞാൻ എനിക്കിടാൻ മേടിക്കും. നന്ദു അതിങ്ങനെ എടുത്ത് പല കളേഴ്സ് മാറി മാറി പല നെയിൽ ആർട്ടൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ഭയങ്കര ട്രെൻഡല്ലേ നെയിൽ ആർട്ട്. നന്ദു അപ്പോഴേ ഭയങ്കര സെൽഫായിട്ട് ഭയങ്കര നെയിൽ ആർട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നന്ദുവിൻ്റെ കമ്മൽ കളക്ഷൻ. അപ്പം ഞാൻ ഇപ്പോൾ കമ്മൽ സ്റ്റാൻഡ് ഞാൻ കമ്മലൊന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. ഇത് പഴയൊരു ഫോട്ടോ ഡ്രോയ്ക്കകത്തിരുന്ന് കണ്ടതാണ്. ലോട്ടസ് ഡ്രസ്സ്. ഇതൊരു തമാശയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നാട്ടിൽ അച്ഛനും അമ്മയ്ക്കും കഴിക്കാനൊക്കെ ഞങ്ങൾ ചോക്ലേറ്റ് കൊണ്ടുവരും. അപ്പം അമ്മ ചില കംപ്ലയിൻറ്റ് പറയുന്നത് കൊണ്ടുവരുന്ന ചോക്ലേറ്റ് മുഴുവൻ നന്ദു കഴിച്ചു തീർക്കും. അപ്പോൾ നന്ദുവിടെ നന്ദു ഇവിടെ വന്നാൽ ചോക്ലേറ്റൊക്കെ കഴിച്ചു. അപ്പോൾ നന്ദു ഒളിച്ച് ചോക്ലേറ്റിൻ്റെ കവർ കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒളിച്ച് വെച്ചു. അപ്പം ഞങ്ങൾ കോവിഡിൻ്റെ സമയത്തൊക്കെ ഇവിടെ കുറേ നാൾ സ്റ്റക്കായി താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുന്നും നന്ദു ഒളിച്ച് വെച്ചിരുന്ന ചോക്ലേറ്റ് കവർ കിട്ടിയതാണ്. അപ്പോൾ അത് ഞാനെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്ന നന്ദു കഴിച്ച ചോക്ലേറ്റിൻ്റെ കവേഴ്സൊക്കെ. ഒരു കുട്ടി ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആയിരുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കിച്ചണൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുന്നത് കാണിക്കാം. അപ്പോൾ നമുക്ക് കാണാം. ബൈ.